നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. IVFന്റെ നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരം യാന ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് ഡയറക്ടറും ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ വിവേക് പോൾ വിദ്യത്തിലാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, IVFന്റെ നൂതന ചികിത്സാ രീതികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഹലോ ഡോക്ടർ ആരംഭിക്കാം. അപ്പം വന്ധ്യത ചികിത്സയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ് IVF ട്രീറ്റ്മെന്റ്. IVF ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത് 1978-ലാണ്. അത് കഴിഞ്ഞ് കുറെ ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ട്. 1992-ലാണ് ICSI എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് വരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് വരുന്ന ഒരു മേഖലയാണ് ICSI അല്ലെങ്കിൽ IVF ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. കാര്യം വന്ധ്യത ചികിത്സയിലെ നല്ല സക്സസ് റേറ്റുകളും എന്താണ് കാരണം എന്ന് വളരെ പെട്ടെന്ന് അറിയാൻ പറ്റുന്നത്. ഇപ്പം വന്ധ്യതയിലെ പുരുഷന്റെ അതായത് ഹസ്ബൻഡിന്റെ കാരണങ്ങളാൽ ഒരു 50% കാരണങ്ങളും സ്ത്രീയുടെ കാരണങ്ങളാൽ ഒരു 50% കാരണങ്ങളും ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് എന്ന് ഉള്ളൊരു പ്രോബ്ലം ചിലപ്പോൾ അത് കമ്പൈൻഡ് കാരണങ്ങളായിരിക്കും. അപ്പൊ എവിടെയാണ് പ്രോബ്ലം? ഇക്വാളിറ്റിയിലാണോ, സാമ്പിളിൽ സ്പെർമിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആണോ, അല്ലെങ്കിൽ അത് ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഭ്രൂണത്തിന് വരുന്ന പ്രോബ്ലം ആണോ, അല്ലെങ്കിൽ അത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഗർഭത്തിനകത്തുള്ള പ്രോബ്ലം ആണോ, ആ തിക്നെസ് കൊണ്ടോ ലൈനിങ്ങോ അങ്ങനെ എന്തെങ്കിലും വരുന്ന പ്രോബ്ലം ആണോ, എവിടെയാണ് പ്രോബ്ലം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണാനും അത് അറിയാനും അത് പരിഹരിക്കാനും ഈ ഒരു ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് പോസിബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ടൈം ടു പ്രഗ്നൻസി പോസിറ്റീവ് ആകാനുള്ള സാധ്യതകൾ കുറച്ചുകൂടെ, ആ ടൈം ഡ്യൂറേഷൻ കുറച്ചുകൂടെ കുറയ്ക്കാനായിട്ട് ഈ ട്രീറ്റ്മെന്റ് സഹായിക്കുന്നു. ഇപ്പോൾ ഒരു കപ്പിൾ വരുന്നു, അവർക്ക് ഇൻഡിക്കേറ്റഡ് ആയില്ല IVF പോലെ ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 5-6 മാസത്തിനകത്ത് തന്നെ പോസിറ്റീവ് ആകാനുള്ള ഒരു സാധ്യത അതിനകത്ത് ഉണ്ട്. അപ്പൊ എവിടെയാണ് പ്രോബ്ലം എന്ന് അറിയാനും ടൈം ടു പ്രഗ്നൻസി പെട്ടെന്ന് വരാനും പിന്നെ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബോഡിയിൽ നോർമലായിട്ട് സംഭവിക്കേണ്ട പല കാര്യങ്ങൾ, അതായത് അണ്ടോത്പാദനം, അതുപോലെ ബീജസങ്കലനം, ആ പറയുന്ന എംബ്രിയോ ഗ്രോ ചെയ്യുന്ന ഇങ്ങനെ പറഞ്ഞ പല കാര്യങ്ങളും നടക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പുറത്തൊരു കൺട്രോൾ എൻവയോൺമെന്റിൽ നോക്കി ഏറ്റവും ആ ഭ്രൂണം ഗർഭത്തിനകത്ത് വെക്കി പോസിറ്റീവ് ആകുന്നതുകൊണ്ടാണ് സക്സസ് റേറ്റുകൾ നോർമൽ ആയിട്ടുള്ള ചെറിയ ട്രീറ്റ്മെന്റുകൾ, അതായത് IUI പോലെ ട്രീറ്റ്മെന്റുകളൊക്കെ ഭവിഷിച്ച് ഒരു 4 പ്രാവശ്യം അല്ലെങ്കിൽ 5 ടൈംസ് കൂടുതൽ സക്സസ് റേറ്റുകൾ അതിനകത്ത് വരുന്നത് IVF ട്രീറ്റ്മെന്റാണ്. അപ്പം നാളെ കടന്നു പോകുന്നതോടെ, അതായത് ഇപ്പോൾ ഈ ഒരു 2020 ആ സമയമൊക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻസ് അതിനകത്ത് കുറെ വ്യത്യാസങ്ങൾ ഈ ട്രീറ്റ്മെന്റുകളിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷന്റെ ക്വാളിറ്റികൾ മാറി, ടെക്നോളജികൾ മാറി, ടെക്നീക്സ് മാറി. ഇപ്പൊ നമുക്ക് ഫ്രീസ് ചെയ്യാം, എംബ്രിയോ ഫ്രീസ് ചെയ്ത് വെക്കുന്ന വിട്രിഫിക്കേഷൻ പോലെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് സക്സസ് റേറ്റ്സ് വളരെ നല്ല രീതിയിൽ നിലനിർത്തുന്ന ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണ്. ഇപ്പൊ അതുപോലെ തന്നെ നമുക്ക് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യാനും എംബ്രിയോ അതിനകത്ത് കുറച്ചുകൂടെ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള എംബ്രിയോ ഗ്ലൂ പോലെ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇമ്മ്യൂണോളജിക്കൽ ആയിട്ടുള്ള പല ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാനായിട്ടുള്ള, അതായത് ഒരു ആള് വീണ്ടും IVF ചെയ്യുന്നു, പക്ഷെ പരാജയപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരുന്നെങ്കിൽ ഇപ്പം പലപ്പോഴും പറയുന്നവരാ അല്ലെ, കുറെ ഒരു IVF ചെയ്തു പരാജയപ്പെട്ടു, എന്താണ് കാരണം എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് കുറെ കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പം എൻഡോമെട്രിയത്തിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, എൻഡോമെട്രിയത്തിന്റെ ഒരു റിസപ്റ്റിവിറ്റിയുടെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് എൻഡോമെട്രിയറ്റി റിസപ്റ്റിവിറ്റി assay പോലെ പോലത്തെ ടെസ്റ്റിംഗ് നമുക്ക് അതിനകത്ത് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. എംബ്രിയോന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ആ എംബ്രിയോ നമുക്ക് PGT ചെയ്ത് കഴിഞ്ഞ് പ്രീനേറ്റൽ ജെനറ്റിക് ടെസ്റ്റിംഗിനകത്ത് എംബ്രിയോയിൽ എന്തെങ്കിലും ക്രോമോസോമൽ പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു കാരണത്താലാണ് നമുക്ക് അബോർഷൻസ് വരുന്നതോ അല്ലെങ്കിൽ പോസിറ്റീവ് ആകാതിരിക്കുന്നതോ ഉള്ളതൊക്കെ കുറെ കൂടെ ഡീപ്പായിട്ട് കുറെ കൂടെ വ്യക്തമായിട്ട് നമുക്ക് അറിയാനായിട്ട് ഈ ട്രീറ്റ്മെന്റിന്റെ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് വരുന്നതിലൂടെ ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ, അതായത് ഒരു IVF ICSI ട്രീറ്റ്മെന്റിൽ കുറെ അഡ്വാൻസ്മെന്റുകളിലൂടെ നമുക്ക് വ്യക്തമായ കാരണങ്ങൾ അറിയാനായിട്ട് പറ്റും. ഇപ്പോഴത്തെ അതിനകത്ത് ഒരു ലേറ്റസ്റ്റ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ആണ് നമുക്ക് ഇമ്മ്യൂണോളജിക്കലായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ടാക്രോലിമസോ അല്ലെങ്കിൽ അറ്റോസിവ പോലെ ഇഞ്ചക്ഷൻസ് ഉൾപ്പെടെ നമുക്ക് ട്രീറ്റ്മെന്റ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട് സക്സസ് റേറ്റ്സ് കൂട്ടാനും പോസിറ്റീവ് വരാനുള്ള സാധ്യതകൾ കുറെ കൂടെ കൂട്ടാനുള്ള ഒരു പോസിബിലിറ്റികൾ അതിനകത്ത് ഉണ്ട്. ഡോക്ടർ, ഇപ്പോൾ നിരവധി പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചികിത്സാ രീതികളെ പറ്റി ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു ചികിത്സാ രീതി, മാത്രമല്ല എന്തെല്ലാം കാര്യങ്ങൾ ഈ ചികിത്സ തുടരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം, അതുമായി ബന്ധപ്പെട്ട് പറയാമോ? ഇപ്പം IVF ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ്. പക്ഷേ എല്ലാവർക്കും IVF വേണമെന്നില്ല. അപ്പം നോർമലായിട്ട് ട്രീറ്റ്മെന്റുകൾ, ചെറിയ ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നു, മരുന്നുകൾ കഴിക്കുന്നു, IUI പോലെ ട്രീറ്റ്മെന്റിലോ ലാപ്രോസ്കോപ്പിയിലോ ഒക്കെ പോസിറ്റീവ് ആകാതെ വരുമ്പോഴാണ് IVF പോലെ ട്രീറ്റ്മെന്റുകൾ വരുന്നത്. അപ്പൊ IVF ട്രീറ്റ്മെന്റ് ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് അതിനകത്ത് ഒരു കൗൺസിലിംഗ് എന്നുള്ള രീതിയിലാണ്. എന്തൊക്കെയാണ് സ്റ്റെപ്പുകൾ, അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അത് പ്രോപ്പറായിട്ട് കൗൺസിലിംഗിലൂടെ തുടങ്ങി അത് എംബ്രിയോളജി കൗൺസിലിംഗ് കഴിഞ്ഞ് അങ്ങനെ ഒരു കുറച്ച് നാൾ ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. അതിൻ്റെ അകത്ത് ശരിക്കും അതിനകത്തുള്ള അതിന്റെ മുൻകരുതലുകൾ എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആക്ച്വലി അതിനെപ്പറ്റി നന്നായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതും
അതിനെപ്പറ്റി വളരെ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളതുമാണ് ഒരു കാര്യം. ഇപ്പം IVF തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ് വൈഫിന് മെഡിസിൻസ് എടുത്ത് അത് അവർ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഹാബിറ്റ്സ്, പുകവലി, മദ്യപാനം, അങ്ങനെ എന്തെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു പ്രോപ്പർ ഒരു കൗൺസിലിംഗിന്റെ ഒരു ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, വെയിറ്റ് റിഡക്ഷൻ ഒക്കെ നോക്കി അങ്ങനെ ഒരു പ്രീ ട്രീറ്റ്മെന്റിൽ വരേണ്ട കുറച്ച് കാര്യങ്ങൾ, അത് അത്യാവശ്യമായിട്ട് വേണ്ട മുൻകരുതലുകൾ തന്നെയാണ്. പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുമ്പോഴാണെങ്കിൽ അതിന്റെ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് വൈഫിന് എടുക്കേണ്ടതായിട്ട് ഇഞ്ചക്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഹസ്ബൻഡ് സാമ്പിൾ കൊടുക്കേണ്ടോ, അല്ലെങ്കിൽ അസൂസ്പെർമിയ പോലെ കണ്ടീഷൻസ് വരുവാണെങ്കിൽ പോലും, അതായത് ഒരു ബീജം പരിശോധിച്ച് നോക്കുമ്പോൾ അതിനകത്ത് അണുക്കൾ കാണുന്നില്ല, സ്പേംസ് ഇല്ല എന്നുള്ളതാണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് ടെസ്റ്റിക്കുലർ ബയോപ്സി ചെയ്തോ അല്ലെങ്കിൽ മൈക്രോടെസ പോലെ ട്രീറ്റ്മെന്റുകൾ ചെയ്തോ അതിനകത്ത് സ്പേംസ്, ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് സ്പേംസ് റിട്രീവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വെച്ച് നമുക്ക് ICSI പോലെ ട്രീറ്റ്മെന്റുകൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഈ വരുന്ന പല കാരണങ്ങളാൽ, അപ്പൊ ഈ പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞ് എംബ്രിയോ ആയി കഴിഞ്ഞതിന് ശേഷം എംബ്രിയോ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഉള്ളിലേക്ക് നിക്ഷേപിക്കാം. ഒന്നെങ്കിൽ അത് ഫ്രഷ് ട്രാൻസ്ഫർ ആയിട്ട്, ഇപ്പൊ നമുക്കിപ്പം ടൈം വളരെ കുറവാണ് കപ്പിളിൽ, അങ്ങനെ വരുവാണെങ്കിൽ ഫ്രഷ് ആയിട്ട് ഗർഭത്തിനകത്ത് നിക്ഷേപിക്കുന്ന ഫ്രഷ് ട്രാൻസ്ഫർ ചെയ്യാം. അല്ലെങ്കിൽ ഭ്രൂണം ശീതീകരിച്ച് വെച്ച് ഫ്രോസൺ ട്രാൻസ്ഫർ ആയിട്ട് നമുക്ക് ഒരു മാസമോ 2 മാസം വിട്ടിട്ട് എംബ്രിയോ ട്രാൻസ്ഫർ ഫ്രോസൺ ട്രാൻസ്ഫർ ആയിട്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അതിനകത്തുണ്ട്. അപ്പൊ ഈ സക്സസ്, ഈ IVF ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കുറച്ച് ഒരു ടൈം എടുക്കാം, പക്ഷെ അതിനകത്ത് അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണെന്നുള്ളതും അതിലൂടെ പോസിറ്റീവ് വരാനുള്ള ഒരു പോസിബിലിറ്റികൾ വളരെ കൂടുതലാണെന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു കാര്യം. ഡോക്ടർ, ഇപ്പോൾ ഈ ഒരു ചികിത്സ ആരംഭിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കാലാവധി എങ്ങനെയാണ്? എത്ര മാസം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം ഒരു IVF ട്രീറ്റ്മെന്റ് ഒരു കപ്പിള് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇന്ന് നമ്മൾ IVF പറ്റിയാണ് സംസാരിക്കുന്നത്. IVF പോലെ ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കപ്പിൾ ഇപ്പം അവർ പീരിയഡിന്റെ സെക്കൻഡ് ഡേ ആണ് നമ്മൾ ട്രീറ്റ്മെന്റുകൾ തുടങ്ങുന്നത്. ഇപ്പൊ നമുക്ക് അബ്രോഡിൽ നിന്നും അല്ലെങ്കിൽ പുറത്തുനിന്നും, കേരളത്തിലും പുറത്തുനിന്നും വരുന്ന പേഷ്യൻ്റ്, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പീരിയഡിന്റെ 2ാമത്തെ ദിവസം തൊട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റുകൾ തുടങ്ങുന്നത്. വൈഫിന്റെ പീരീഡ് വരുന്നതിന്റെ സെക്കൻഡ് ഡേയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ IVF ഇഞ്ചക്ഷൻസ് എടുക്കുക. 2 ആഴ്ചത്തെ ഇഞ്ചക്ഷൻസ് എടുത്ത് ഒരു 15 ദിവസത്തിനകത്ത് ഭ്രൂണമാക്കി ഒന്നെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഭ്രൂണം ഉള്ളിൽ നിക്ഷേപിച്ചതിന് ശേഷം ഒരു 15 ദിവസത്തിന് ശേഷമാണ് നമുക്ക് β-HCG എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാനായിട്ട് പറ്റുക. അതായത് IVF ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത് തൊട്ട് β-HCG വരെ വരുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ 30 ദിവസമാണ്. പക്ഷേ ഈ 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലോ, അല്ലെങ്കിൽ 30 ദിവസത്തിനകത്ത് നമ്മൾ ചില കണ്ടീഷനിൽ ഫ്രഷ് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലേ, അപ്പം തന്നെ ഗർഭത്തിനകത്തേക്ക് ഭ്രൂണം നിക്ഷേപത്തില്ല. ഫോർ എക്സാമ്പിൾ പോളിസിസ്റ്റിക് ഓവറി, അല്ലെങ്കിൽ കുറച്ചധികം എഗ്ഗുകൾ ഉണ്ടായി അഡീഷണൽ ഹോർമോൺ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ഭ്രൂണം ശീതീകരിച്ച് വെച്ച് ഒരു മാസം വിട്ടിട്ട് അങ്ങനെയായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ പ്ലാൻ ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ 15 ദിവസം, പിന്നെ ഒരു മാസത്തെ ബ്രേക്ക് കഴിഞ്ഞ് അടുത്തൊരു 15 ദിവസം, അങ്ങനെ ആ രീതിയിലാണ് നമുക്ക് ആ ഒരു ടൈം ഡ്യൂറേഷൻ. കുറെ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ട്രീറ്റ്മെന്റ് അല്ല, പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ നമുക്കൊരു ടൈം പീരീഡിനകത്ത്, ഒരു ഫിക്സഡ് ടൈം പീരീഡിനകത്ത് നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് കടന്നു പോവുകയും ആ കിട്ടുന്ന ഭ്രൂണത്തിൽ നിന്ന് നമുക്ക് ഒരു പോസിറ്റീവ്, ഇപ്പോൾ നമ്മൾ എംബ്രിയോ വെക്കും, ഒരു 2 എംബ്രിയോ ആണോ അല്ലെങ്കിൽ 2 ബ്ലാസ്റ്റോസിസ്റ്റ് ആണോ നമ്മൾ വെക്കുന്നതെങ്കിൽ അത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു 15 ഡേയ്സിനകത്താണ് നമുക്ക് പോസിറ്റീവ് β-HCG ഉണ്ടോ എന്ന് അറിയാൻ പറ്റുക. എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, നമ്മൾ ഭ്രൂണം ഉള്ളിൽ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് നമുക്ക് സ്കാനിങ് ചെയ്താൽ അറിയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഉടനെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ പോസിറ്റീവ് ആണോ എന്ന് അറിയാൻ പറ്റുമോ? അങ്ങനെയല്ല കാര്യം. ഭ്രൂണം വെച്ച് കഴിഞ്ഞതിന് ശേഷം മിനിമം ഒരു 14-15 ദിവസം കഴിഞ്ഞാണ് ഈ ഭ്രൂണം ത്തിന്റെ പോസിറ്റീവ് വാല്യൂ, അതായത് β-HCG വാല്യൂ നമുക്ക് ബ്ലഡ് ടെസ്റ്റിൽ കാണാൻ പറ്റുക. അത് കഴിഞ്ഞിട്ട് β-HCG പോസിറ്റീവ് ആയി കഴിഞ്ഞ് ഒരു 2 ആഴ്ചകൾ കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കാണാനായിട്ട് പറ്റുക. β-HCG ആയി കഴിഞ്ഞതിന് ശേഷം വജൈനൽ സ്കാനിങ്ങിൽ നോക്കുമ്പോൾ β-HCG 1500 മുകളിലാണെങ്കിലോ അബ്ഡോമിനൽ സ്കാനിങ്ങിൽ 6000 മുകളിലാണെങ്കിലോ സ്കാൻ കുഞ്ഞിന്റെ ഹൃദയത്തുടിപ്പ് കാണാൻ പറ്റുകയാണ്. അത് നമുക്കൊരു പോസിറ്റീവ് പ്രഗ്നൻസി പോലെ ആവുകയും അത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ടും പറ്റും. ഡോക്ടർ, ഇപ്പോൾ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് റെസ്റ്റ് ആവശ്യമുണ്ട്. ഇത്തരത്തിൽ നമ്മൾ ബെഡ് റെസ്റ്റ് ഒക്കെ പറയുന്ന ചില സാഹചര്യമുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എംബ്രിയോ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു IVF ട്രീറ്റ്മെന്റ് 2 പാർട്ടായിട്ട് ഞാൻ പറയാം. ഒന്ന് എഗ് കളക്ഷന്റെ ഒരു പ്രൊസീജിയറും ഉണ്ട്, എംബ്രിയോ ട്രാൻസ്ഫറിന്റെ പ്രൊസീജിയറും ഉണ്ട്. എഗ് കളക്ഷന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫിൽ 15 ദിവസത്തിൽ നടക്കുന്ന കാര്യമാണ്. അതില് ഇഞ്ചക്ഷൻസ്, വൈഫിന് എല്ലാ ദിവസവും ഇഞ്ചക്ഷൻസ് ഉണ്ടാവും, 2 ഹസ്ബൻഡ് ആൻഡ് വൈഫിന് കഴിക്കേണ്ട മരുന്നുകൾ ഉണ്ടാവും. അപ്പൊ ഈ ഒരു പീരീഡിൽ, ആദ്യത്തെ ഒരു 15 ദിവസത്തെ പീരീഡിനകത്ത് ബെഡ് റെസ്റ്റോ ലീവ്, കുറെ ദിവസം ലീവുകളോ അങ്ങനെ ഒന്നും വേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നോർമലായിട്ട് വർക്കിന് പോകുന്ന ഒരാൾക്കാണെങ്കിൽ അവർക്ക് ജോലിക്ക് കണ്ടിന്യൂ ചെയ്യാം, നോർമൽ ആക്ടിവിറ്റികൾ എല്ലാം തന്നെ ചെയ്യാം. ആ ദിവസങ്ങളിൽ വന്ന് അവർക്ക് കറക്റ്റ് ടൈമിൽ ഇഞ്ചക്ഷൻ എടുക്കണം എന്നുള്ളതേ ഉള്ളൂ. ഒരു പ്രൊസീജിയർ, എഗ് കളക്ഷൻ പ്രൊസീജിയർ പോലും ഒരു ഡേ കെയർ പ്രൊസീജിയറാണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ പ്രൊസീജിയർ കഴിഞ്ഞ് വൈകിട്ട് അവർക്ക് വീട്ടിൽ പോകാവുന്നതാണ്. അപ്പൊ ഈ ഫസ്റ്റ് ഹാഫിൽ, അതായത് ഒരു 15 ദിവസം വരുന്ന ഇഞ്ചക്ഷൻസ് എടുക്കുന്നതും എഗ് കളക്ഷനും വരെ ആയിട്ടുള്ള ബന്ധപ്പെട്ട ദിവസങ്ങളിൽ അവർക്ക് ഒരു റെസ്റ്റിന്റെ ആവശ്യമോ ലീവിന്റെ ആവശ്യമോ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റോ ഈ കാര്യങ്ങളൊന്നും വേണ്ടി വരുന്നില്ല.
നോർമലായിട്ട് അവർ എന്താണ് ചെയ്യുന്നത് ആ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ സ്ട്രെനുവസ് ആയിട്ട് ആക്ടിവിറ്റികൾ ചെയ്യുന്നത്, ഭയങ്കര എക്സസൈസ് കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാൽ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടെ കെയർഫുൾ ആവേണ്ട കാര്യമുണ്ട്. ഇപ്പൊ എംബ്രിയോ ട്രാൻസ്ഫറിന്റെ ആദ്യത്തെ ഹാഫിൽ ടാബ്ലറ്റുകൾ കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ, അതിനകത്ത് റെസ്റ്റുകൾ വേണ്ടി വരുന്നില്ല. പക്ഷേ ഭ്രൂണം ഉള്ളിൽ നിക്ഷേപിച്ചതിന് ശേഷം ആ പ്രൊസീജിയർ കഴിഞ്ഞ് ഒരു 1 hour റെസ്റ്റ് എടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. പിന്നെ അന്നത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്യാവോ, അല്ലെങ്കിൽ 2 ദിവസമോ 3 ദിവസമോ 4 ദിവസമോ ഒക്കെ ചിലപ്പം ഹോസ്പിറ്റലിനകത്ത് പേഷ്യന്റ് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ട്രാൻസ്ഫർ കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുകളില്ല. കാര്യം അവർക്ക് ദൂരെ യാത്ര ചെയ്ത് പോകാന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പോവാം. ആ രീതിയിൽ ഒരു 15 days കഴിഞ്ഞ് ബീറ്റാസിഡി ചെക്ക് ചെയ്യാം. ഈ സമയത്ത് ഈ 15 ദിവസത്തിൽ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എന്നുള്ളത് അത് നിർബന്ധമുള്ള ഒരു കാര്യമല്ല, പക്ഷെ എടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് അതിനകത്ത് പറയാം. ഇപ്പൊ ചില പേഷ്യൻസ് ആണെങ്കിൽ ഒരു അബ്രോഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ കഴിഞ്ഞ് അവർ അടുത്ത ദിവസം തന്നെ ഫ്ലൈ ചെയ്ത് പോകുന്നു, അവർക്ക് ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് അവർക്ക് ജോലിക്ക് പോകേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതൊന്നും റിസൾട്ടിനെ നെഗറ്റീവായിട്ട് ബാധിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ തീർച്ചയായിട്ടും നാട്ടിലാണ്, അവർക്ക് ഒരു റെസ്റ്റ് എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അടുപ്പിച്ച് ഒരു 10 ദിവസത്തെ ലീവ് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലീവ് യൂസ് ചെയ്യുകയും ഒരു റെസ്റ്റ് എടുക്കുന്നതും കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷെ ഈ പറയുന്ന പോലെ മൊത്തത്തിൽ എല്ലാവർക്കും ഒരു 2 കാര്യങ്ങളാണ്. ഒന്ന്, ട്രീറ്റ്മെന്റിന്റെ ഒരു ഭയം എന്ന് പറയുമ്പോൾ ഇത് വളരെ പെയിൻഫുൾ ആണോ എന്നുള്ളൊരു കാര്യവും, പിന്നെ കുറെ നാളിന്റെ റെസ്റ്റിന്റെ ആവശ്യം വേണോ എന്നുള്ളതും ആണ് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്. അപ്പൊ ഇങ്ങനെ പക്ഷെ പോസിറ്റീവായി കഴിഞ്ഞാൽ പോലും അതൊരു സാധാരണ പ്രഗ്നൻസി പോലെ തന്നെയുള്ളൂ. അതിലും കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണമെന്നില്ല. നോർമലായിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാം, വീട്ടിനകത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, മൂവ് ചെയ്യാം, നോർമൽ റുട്ടീൻ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. അതുകൊണ്ട് അങ്ങനെ വേറൊരു പ്രോബ്ലം അതിനകത്ത് വരുന്നില്ല. ഈ പ്രൊസീജിയർ ആണെങ്കിലും വളരെ ബുദ്ധിമുട്ടോ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ അല്ല. ഇഞ്ചക്ഷൻസ് എടുക്കണം എന്നുള്ളതല്ലാതെ എക്ലക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയൊരു അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത്. ആ പ്രൊസീജിയർ 5 മിനിറ്റ് 10 മിനിറ്റത്തെ ഇതേ വരുന്നുള്ളൂ, വളരെ ലോങ് പ്രൊസീജിയർ അല്ല. അപ്പൊ അതുകൊണ്ട് ഒരു വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറോ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതോ അല്ല. കാരണം നമ്മൾ സ്റ്റിമുലേഷൻ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും ഒരു നല്ലൊരു സക്സസ് റേറ്റ്, നല്ലൊരു ഔട്ട്കമിലോട്ട് വരാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് IVF ട്രീറ്റ്മെന്റ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ച്, എങ്ങനെ റെസ്റ്റ് എടുക്കണം, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡോക്ടർ, ഇപ്പോൾ കേരളത്തിൽ ഈ ഒരു IVF ട്രീറ്റ്മെന്റ് അത്രത്തോളം സ്വീകാര്യത നേടിയിട്ടുണ്ടോ? കേരളത്തില് IVF ട്രീറ്റ്മെന്റ് അത്യാവശ്യം വളരെ നല്ല രീതിയിൽ സ്വീകാര്യത നേടിയ ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ്. കാര്യം ഇത് ഏറ്റവും കൂടുതൽ, അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ള ഒരു നാടാണ് കേരളം, ഏറ്റവും കൂടുതൽ നല്ല ഡോക്ടേഴ്സ് ഉള്ള നാടാണ് കേരളം. അതുകൊണ്ട് ഇപ്പൊ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ആണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല കുറെ സെന്റേഴ്സിന്, നല്ല IVF സെന്റേഴ്സ് ഉള്ള സ്ഥലമാണ് കേരളം. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ ഞാൻ ഈ ഫെലോഷിപ്പ് ഒക്കെ തുടങ്ങുന്ന സമയത്ത്, അതായത് 2013 സീംസ് വെല്ലൂർ ഫെലോഷിപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ കുറവ് ഇൻഫെർട്ടിലിറ്റി സെന്റേഴ്സും വളരെ കുറവ് ഇൻഫെർട്ടിലിറ്റി ഡോക്ടേഴ്സും, ട്രെയിൻഡ് ആയിട്ടുള്ള IVF ഡോക്ടേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ കുറെ അധികം ഡോക്ടർമാരുണ്ട്, കുറെ അധികം നല്ല സെന്റേഴ്സ് ഉണ്ട്. അപ്പം ഈ പറയുന്ന പോലെ സ്വീകാര്യത എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കും IVFനെ പറ്റിയുള്ള അവയർനെസ് വളരെ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ബിക്കോസ് കാലങ്ങൾ, വർഷങ്ങൾ, എസ്പെഷ്യലി ആഫ്റ്റർ 2020 ശേഷമൊക്കെ ട്രീറ്റ്മെന്റിന്റെ സക്സസ് റേറ്റ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. കുറെ കൂടെ പ്രോസസ്സ് കുറെ കൂടെ റിഫൈൻഡ് ആയിട്ടുണ്ട്. കുറച്ചും കൂടെ നല്ല ഔട്ട്കമുകൾ വരുന്ന ടെക്നോളജി വന്നിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഓർമ്മ, നമ്മളിപ്പോ നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് നമ്മളിപ്പോ ഒരു ടൈം ലാബ് സിസ്റ്റം കൊണ്ടുവരാം. ടൈം ലാബ് സിസ്റ്റത്തിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് എംബ്രിയോ ഗ്രോ ചെയ്യുന്നതിന്റെ സ്റ്റേജ് ബൈ സ്റ്റേജ് നമുക്ക് എംബ്രിയോ പുറത്തെടുക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. അകത്ത് വീഡിയോ വെച്ച് തന്നെ ക്യാപ്ചർ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് എംബ്രിയോ വളരുന്നതിന്റെ വീഡിയോ തന്നെ അതിനകത്ത് നോക്കിയിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എംബ്രിയോ ഗ്രേഡ് ചെയ്ത് ആ എംബ്രിയോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അത്രത്തോളം ടെക്നോളജി ഇംപ്രൂവ് ചെയ്യുകയും അത്രത്തോളം ഒരു AI സഹായങ്ങളോ അല്ലെങ്കിൽ ഒരു ടെക്നോളജി പരമായിട്ടുള്ള അഡ്വാൻസ്മെന്റ്സും വന്നിട്ട് ഇതെല്ലാം റിസൾട്ടിനെ പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. വരുന്ന പല പേഷ്യൻസിനും വളരെ അവെയർ ആണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇപ്പൊ നേരത്തെ ചോദിച്ച പോലെ ഇന്ന് സ്വീകാര്യത വളരെ കൂടുതലാണ്, ആൾക്കാർ വളരെ അവെയർ ആണ് ഇതിനെപ്പറ്റി. നേരത്തെ IVF ട്രീറ്റ്മെന്റ് കുറെ ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു സെഗ്മെന്റിൽ നിന്നും വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്നു. അപ്പൊ നമ്മൾ വന്നു കഴിയുമ്പോൾ ട്രീറ്റ്മെന്റ് വളരെ ഡെഫിനറ്റീവ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, നമ്മൾ 2 or 3 ലെവൽ ഓഫ് കൗൺസിലിംഗ്സ് കഴിയുമ്പോൾ അവർക്ക് എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാനായിട്ടുള്ള വേദികളുണ്ട്. അവർക്ക് എംബ്രിയോളജിസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യാനും അതിന്റെ വീഡിയോസിന്റെ ഡെമോൺസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും പല പേഷ്യൻസ് വരുമ്പോഴും അവർക്ക് ഈ ട്രീറ്റ്മെന്റ് എന്താണ് അവർക്ക് കറക്റ്റ് ആയിട്ട് വേണ്ടതെന്നുള്ളതിന് വളരെ ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ട്രീറ്റ്മെന്റ് ആ ഡോക്ടറെ വേണ്ടത്, ഇന്ന കാര്യം നമുക്ക് ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, അവരുടെ മനസ്സിൽ തന്നെ. അപ്പൊ അതിന് വേണ്ട സഹായം അല്ലെങ്കിൽ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് കൂടുതൽ നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യുക. ആൾക്കാർക്ക് സ്വീകാര്യത വളരെ നല്ല രീതിയിലുണ്ടെന്നുള്ളതും വളരെ അവെയർ ആണെന്നുള്ളതും വളരെ നല്ല രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നുള്ളതും വളരെ
ഒരു സുതാര്യതയോടുകൂടി വളരെ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു വിജയത്തിന്റെയും അതിന്റെ ഒരു ജേർണിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളുടെ പ്രാക്ടീസിൽ തന്നെ നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഇൻകോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ടെക്നോളജികൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയി വരുന്ന സ്റ്റഡീസ്, ഏറ്റവും പുതിയതായിട്ട് സക്സസ് റേറ്റ്സ് കൂട്ടാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്യുക എന്നുള്ളതും ഒരു കൺവെൻഷൻ സാധാരണ ചെയ്യുന്ന രീതിയിൽ നിന്നും കുറച്ചുകൂടി വ്യത്യാസത്തോടുകൂടി ചെയ്യാനും സക്സസ് റേറ്റ്സ് കൂട്ടാനും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഡോക്ടർ, അപ്പോൾ ഈ ഒരു ചികിത്സാ രീതിയുടെ വിജയ സാധ്യത എങ്ങനെയാണ്? 100% വിജയമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? എല്ലാവരും ചോദിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. IVF ട്രീറ്റ്മെന്റിൽ നമുക്കൊരു 100% സക്സസ് റേറ്റ്സ് ഉണ്ടോ? അത് എന്തായാലും ഇല്ല. WHO സ്റ്റാൻഡേർഡ്സ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു 35 to 45% ആണ് സക്സസ് റേറ്റ്സ്. നമ്മൾ നോർമൽ ആയിട്ട് ഒരു ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു 50 മുതൽ 60-65% വരെയൊക്കെ സക്സസ് റേറ്റ്സ് കാണും. പക്ഷെ അതെല്ലാം ഒരു കേസ് ടു കേസ് ഡിപ്പെൻഡന്റ് ആയിട്ടാണ് നമുക്കത് പറയാൻ പറ്റുക. അത് എല്ലാം ഐഡിയൽ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻ. അപ്പൊ നമ്മളൊരു കൗൺസിലിംഗ് തന്നെ അങ്ങനെയാണ് അല്ലെ. നമ്മൾ പേഷ്യന്റിന്റെ അടുത്ത് ആദ്യത്തെ കാര്യങ്ങൾ പറയുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും അവരുടെ പ്രോപ്പറായിട്ട് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് എത്രയാണ് സക്സസ് പെർസെന്റേജ് എന്ന് സ്പെസിഫിക്കലി അതിനകത്ത് ഡോക്യുമെന്റ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ചിലപ്പം ഒരു ഏജ് കൂടിയ അല്ലെങ്കിൽ അങ്ങനത്തെ ഏജ് നമ്പർ കുറവായിട്ടുള്ള ഒരു കപ്പിൾ ആണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അത്രയും സക്സസ് റേറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യത കുറവായിരിക്കും. ചിലപ്പോൾ അവർക്ക് മേ ബി ഒരു 20-25% ആയിരിക്കും സക്സസ് റേറ്റ്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് പറയണം അവരുടെ അടുത്ത്, കൃത്യമായിട്ട് അവർ അറിഞ്ഞിരിക്കണം. സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആസ്പെക്ട്സിനെ പറ്റി എഗ്ഗുകൾ കുറവായിരിക്കാം, എംബ്രിയോ ക്വാളിറ്റിയിൽ പ്രോബ്ലം ഉണ്ടാവാം എന്നുള്ള വരുമുരായികളൊക്കെ അവരുടെ പ്രോപ്പറായിട്ട് കൺവേ ചെയ്ത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സക്സസ് റേറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വേണം പോസിറ്റീവ് നമ്മൾ ട്രീറ്റ്മെന്റിലോട്ട് പോകാനായിട്ട്. അപ്പൊ നമ്മൾ ഒരു 100% എന്നുള്ളത് അതൊന്നും പോലുമല്ല. നോർമലായിട്ട് വരുന്ന ഒരു പെർസെന്റേജ് ഓരോ കപ്പിളിന് അതെങ്ങനെയാ വരുന്നതെന്ന് നോക്കി. പക്ഷെ എന്നാലും അവർക്ക് അത് അല്ലായിരുന്നു എങ്കിൽ വേറെ ഏതായിരുന്നു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ഒന്നെങ്കിൽ നോർമലായി ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ മെഡിസിൻസ് എടുത്ത് നോക്കാം, അല്ലെങ്കിൽ IUI പോലെ നോക്കാം, അല്ലെങ്കിൽ IVF പോലെ ട്രീറ്റ്മെന്റ്. അപ്പൊ ഈ ഒരു അവൈലബിൾ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതും ഏറ്റവും ക്ലാരിറ്റി ഉള്ള ട്രീറ്റ്മെന്റ് IVF ആണെന്നുള്ളത് ഒരു കാര്യമാണ്, വസ്തുതയാണ്. പക്ഷെ എന്നാലും അത് ഓരോ കപ്പിൾ ടു കപ്പിൾ ഡിപ്പെൻഡന്റ് ആണെന്നുള്ളതും അവരുടെ സക്സസ് റേറ്റുകൾ അതനുസരിച്ച് വേരിയേഷൻ വരും എന്നുള്ളതും അത് പ്രോപ്പറായിട്ട് പേഷ്യന്റ് അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെന്റിലോട്ട് പോകാനുള്ളതും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധ്യതയിൽ നിന്ന് തന്നെ വേണം ട്രീറ്റ്മെന്റ് ചെയ്യാമെന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഡോക്ടർ, ഇപ്പോൾ ആദ്യത്തെ തവണ ഈ ഒരു ട്രീറ്റ്മെന്റ് IVF ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അത് നമുക്ക് സക്സസ് ആയില്ലെങ്കിൽ പിന്നെയും ചെയ്യാൻ നമുക്ക് സാധ്യമാണോ? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം നേരത്തെ ഒന്ന് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ IVFന് ഒരു 100% സക്സസ് റേറ്റ്സ് വരുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ഒരു 50% സക്സസ് റേറ്റ് എങ്കിൽ ഒരു 50 പേർക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 100 പേര് ചെയ്യുകയാണെങ്കിൽ 50 പേര് പോസിറ്റീവ് ആവുകയും 50 പേര് നെഗറ്റീവ് ആവുകയാണ് വരിക. അപ്പം കുറെ പേഷ്യൻസിന് അവർക്ക് ഒരു ഫസ്റ്റ് ടൈമിൽ പോസിറ്റീവ് ആയില്ല എങ്കിൽ അവർക്ക് രണ്ടാമതൊരു സ്റ്റിമുലേഷൻ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഒരു പ്രാവശ്യം IVF ചെയ്തുകൊണ്ടോ ഒരു പ്രാവശ്യം നെഗറ്റീവ് ആയതുകൊണ്ടോ സ്റ്റിമുലേഷൻ ഒരു IVF ട്രീറ്റ്മെന്റിന്റെ ഒന്നും ആയിട്ട് ഒരു കാര്യവും നമ്മൾ അടിവരായിട്ട് അതിനകത്ത് പറയാനായിട്ട് പറ്റത്തില്ല. ചിലവർക്ക് രണ്ടാമതൊരു സ്റ്റിമുലേഷൻ, എപ്പോഴും നമ്മൾ രണ്ടാമതൊരു സ്റ്റിമുലേഷൻ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, കുറെ കൂടെ നമുക്ക് ബെറ്റർ ആയിട്ട് അത് പ്ലാൻ ചെയ്യാൻ പറ്റും. കാര്യം ഓൾറെഡി അവർ ഫസ്റ്റ് ടൈം സ്റ്റിമുലേഷൻ ചെയ്തപ്പോൾ ബോഡി എങ്ങനെ ബിഹേവ് ചെയ്തിട്ടുണ്ട്, എത്ര എഗ് കിട്ടി, എത്ര എംബ്രിയോ ആണെന്നുള്ള ഒരു ബെഞ്ച് മാർക്ക് ഉള്ളത് കൊണ്ട് ഈ സെക്കൻഡ് ടൈം സ്റ്റിമുലേഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് ബെറ്റർ ആക്കാനുള്ള ഒരു പോസിബിലിറ്റിയാണ് കൂടുതൽ. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഇഞ്ചക്ഷൻസും കുറച്ചും കൂടെ ബെറ്റർ ഡോസും, നമുക്ക് എവിടെയാണ് അവർക്ക് പ്രോബ്ലം വന്നത്, കുറച്ചുകൂടെ M2 ക്വാളിറ്റിയുള്ള എഗ്ഗുകൾ കിട്ടുന്നുണ്ടോ, ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ ഫെർട്ടിലൈസേഷൻ നമ്പേഴ്സ് കൂട്ടാനായിട്ടുള്ള സ്റ്റെപ്പുകൾ നമുക്ക് ചെയ്യാം. അതിൽ കിട്ടുന്ന എംബ്രിയോസിന്റെ കാര്യത്തിൽ നമുക്ക് കുറച്ചും കൂടെ Day 5 പോകാനാണെങ്കിൽ ബ്ലാസ്റ്റോസിസ്റ്റ് പോലത്തെ ട്രാൻസ്ഫേഴ്സിലോട്ട് പോകാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഫസ്റ്റ് IVF ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് പ്രോട്ടോകോൾ മാറ്റി ചേഞ്ച് ചെയ്ത് ഇഞ്ചക്ഷൻസ് ചേഞ്ച് ചെയ്ത് എല്ലാ സ്റ്റെപ്പിലും ഒരു റിഫൈൻമെന്റ് കൊണ്ടുവന്ന് രണ്ടാമതൊരു ബെറ്റർ സ്റ്റിമുലേഷൻ ചെയ്യാനുള്ള പോസിബിലിറ്റികൾ വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ അതുകൊണ്ട് എപ്പോഴും ഞാൻ പേഷ്യൻസ് അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും ഒരു IVF നെഗറ്റീവ് ആയി എന്ന് പറയുന്നത് കൊണ്ട് ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ പല പേഷ്യൻസും പല സ്ഥലങ്ങളിലും നെഗറ്റീവ് ആയിട്ടും നമ്മുടെ ട്രീറ്റ്മെന്റ്, അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇമ്പോർട്ടന്റ് ആണ് അവരുടെ അടുത്ത് പറയാന്നുള്ളതും. അതായത് അവർക്ക് അടുത്തൊരു ട്രീറ്റ്മെന്റിലോട്ട് എത്രയോ പേഷ്യൻസ് രണ്ടാമതൊരു സ്റ്റിമുലേഷൻ ചെയ്ത് പോസിറ്റീവ് ആകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ട്രീറ്റ്മെന്റ് തീർച്ചയായിട്ടും നിർത്താൻ പാടില്ല, ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണം. അതിനകത്ത് ഒരു സ്റ്റിമുലേഷനിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ആ കപ്പിളിനെ പറ്റി പഠിക്കാൻ പറ്റും അല്ലെ. അപ്പൊ അതിൽ നിന്ന് അത് പഴയ ഒരു ട്രീറ്റ്മെന്റിന്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി അതിൽ ചേഞ്ച് ചെയ്യേണ്ട സാധനങ്ങൾ ചേഞ്ച് ചെയ്ത് ട്രീറ്റ്മെന്റിൽ ബെറ്റർ ഇംപ്രൂവ്മെന്റുകൾ വരുത്തി നല്ലൊരു ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്ത് ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്താൽ കുറെ പേഷ്യൻസ് രണ്ടാമത്തെ സ്റ്റിമുലേഷനിൽ പോസിറ്റീവ് ആകാറായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്.
അപ്പൊ തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് വരിക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അവർക്ക് ആ ട്രീറ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യരുത് എന്നുള്ളതും ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ അറിയാൻ പറ്റും. എവിടെയായിരുന്നു പ്രോബ്ലം. ഓക്കെ, ക്വാളിറ്റിയിലുള്ള പ്രോബ്ലം ആയിരുന്നോ, ഫെർട്ടിലൈസേഷന്റെ ഇഷ്യൂ എന്തെങ്കിലും ആണോ, എംബ്രിയോ ട്രാൻസ്ഫറിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആണോ, എൻഡോമെട്രിയത്തിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആണോ. അപ്പൊ ഇങ്ങനെയുള്ള പല പ്രോബ്ലംസ് എവിടെയാണ് പ്രോബ്ലം ഇരിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ IVF ആണ്. നമ്മൾ IUI ട്രീറ്റ്മെന്റിലോ ചെറിയ ട്രീറ്റ്മെന്റ്സിലോ നമുക്ക് അത്രയും ക്ലാരിറ്റിയോടുകൂടി എവിടെയാണ് പ്രോബ്ലം എന്നുള്ളതും അത് റെക്ടിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് IVF ട്രീറ്റ്മെന്റിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നതും നമുക്കത് എവിടെയാണ് പ്രോബ്ലം എന്നുള്ളത് കണ്ടുപിടിച്ച് ആ ഫാക്ട് അഡ്രസ് ചെയ്യാനുള്ള ചാൻസ്, അതിലൂടെ ഇംപ്രൂവ്മെന്റ് ചെയ്ത് പോസിറ്റീവിലോട്ട് കൊണ്ടുവരാനുള്ള സാധ്യതകളൊക്കെ കൂടുതൽ IVF ട്രീറ്റ്മെന്റിലാണ് ഉള്ളത്. ഡോക്ടർ, അപ്പോൾ ഈ ഒരു ചികിത്സാ രീതിയുടെ ചെലവിനെ പറ്റി ഒന്ന് പറയാമോ? സാധാരണക്കാർക്കും താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സാ രീതി തന്നെയാണോ ഇത്? നമ്മൾ സാധാരണ ഈ ഒരു IVF ട്രീറ്റ്മെന്റ് മറ്റേ ട്രീറ്റ്മെന്റുകൾ, അതായത് നമ്മളിപ്പം ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന്റെ പല ട്രീറ്റ്മെന്റുകളിൽ പല കോസ്റ്റുകളാണ്. ഇപ്പം ചെറിയ ട്രീറ്റ്മെന്റ്, ടാബ്ലറ്റുകൾ, മെഡിസിൻസ് ഒക്കെ ആകുമ്പോൾ അത്രയും ഒരു എക്സ്പെൻസ് വരുന്നില്ല. IUI പ്രൊസീജിയർ ഒക്കെ ആണെങ്കിലും വളരെ എക്സ്പെൻസീവ് ഉള്ള ട്രീറ്റ്മെന്റ് ഒന്നുമല്ല. കീ ഹോൾ പോലത്തെ ലാപ്രോസ്കോപ്പി പോലത്തെ ട്രീറ്റ്മെന്റുകളാണ് ഒരു സെക്ഷനായിട്ട് ലെവൽ 2 ആയിട്ട് വരുന്നത്. അപ്പൊ അതിനകത്ത് ഒരു കീ ഹോളിലൂടെ നമുക്ക് ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അതും വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ IVF പോലെ ട്രീറ്റ്മെന്റിലേക്ക് വരുന്നത്. IVF മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. എന്തുകൊണ്ട് എക്സ്പെൻസീവ് വരുന്നു എന്ന് പറഞ്ഞാൽ വൈഫിന് എടുക്കേണ്ട 10 ദിവസം 12 ദിവസത്തെ ഇഞ്ചക്ഷൻസ് ഉണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയകളുണ്ട്, കൺസ്യൂമബിൾസും അതെല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഈ പറയുന്ന പോലെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികൾ, ഇൻസ്ട്രുമെന്റ്സ്, ഇൻക്യുബേറ്റേഴ്സ്, IVF ലാബ്, ഇതെല്ലാമാണ് ആ ഒരു റേറ്റിന് കാരണമാകുന്നത്. പക്ഷെ എന്നാൽ പോലും വളരെ എക്കണോമിക്കൽ ആയിട്ട് ഒരു സാധാരണ ഒരു ആൾക്കാർക്ക് വളരെ ഹെവി ആയിട്ടുള്ള ഒരു പ്രൈസ് വരാത്ത രീതിയിൽ നമ്മളൊരു IVF പാക്കേജ്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മുടെ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് അമലാണ്. അമൽ, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. പറഞ്ഞു ഡോക്ടർ, ഈ IVF-നെ കുറിച്ച് ഒരു സംശയം ചോദിക്കാനായിട്ടായിരുന്നു. ഇത് വഴി ഉണ്ടാകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ അതിനെ കുറിച്ചൊന്ന് പറയാവോ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 1978 IVF സ്റ്റാർട്ട് ചെയ്യുന്നത്. IVF സ്റ്റാർട്ട് ചെയ്തിട്ട് അതാണ് ലൂയി ബ്രൗൺ ജനിക്കുന്നു. അത് കഴിഞ്ഞ് ഇത്രയും നാൾ ICSI പോലെ ട്രീറ്റ്മെന്റ് 1992 തുടങ്ങുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറെ കുഞ്ഞുങ്ങൾ IVF-ലൂടെ ജനിച്ചിട്ടുണ്ട്. കുറെ കുഞ്ഞുങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളാവുന്ന ആ ഒരു ഫേസിലാണ് ഇപ്പോൾ എല്ലാം നിൽക്കുന്നത്. അപ്പോൾ കുറെ സ്റ്റഡീസ്, കുറെ പഠനങ്ങൾ ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ട്. അതായത് IVF ചെയ്ത് അല്ലെങ്കിൽ ICSI ട്രീറ്റ്മെന്റ് ചെയ്ത് വന്ന കുഞ്ഞുങ്ങളും നോർമൽ ആയിട്ടുള്ള അങ്ങനെ വന്ന അഡൽട്ട്സും നോർമൽ ആയിട്ടുള്ളവർ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഈ പ്രൊസീജിയർ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കുഞ്ഞിന് എന്തെങ്കിലും ജനറ്റിക് പ്രോബ്ലംസോ അല്ലെങ്കിൽ ഡിഫക്റ്റുകളോ ക്രോമോസോം ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ. പക്ഷെ എല്ലാവിധ പഠനങ്ങളിലും പറയുന്ന ഒരു കാര്യം, ഈ പ്രൊസീജിയർ, അതായത് ICSI അല്ലെങ്കിൽ IVF ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് കൊണ്ട്, ആ ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ചെയ്യുന്നത് കൊണ്ട് കുഞ്ഞിനൊരു വൈകല്യങ്ങളോ ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡേഴ്സ് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല. ഒരു നോർമലായിട്ട് ഒരു കപ്പിള് കുഞ്ഞ് ഉണ്ടാവുമായിരുന്നെങ്കിൽ ആ കുഞ്ഞിന് ഉണ്ടാവാൻ എത്രമാത്രമാണോ ഒരു അബ്നോർമാലിറ്റി വരെയുള്ള ഒരു പെർസെന്റേജ് ഉണ്ട്, സെയിം പെർസെന്റേജ് തന്നെയാണ് IVF അല്ലെങ്കിൽ ICSI പ്രൊസീജിയർ. അതുകൊണ്ട് ഈ ഒരു പ്രൊസീജിയർ റിലേറ്റീവ്ലി സേഫ് ആണെന്നുള്ളതും ഈ പ്രൊസീജിയർ അതിലൂടെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് നെഗറ്റീവായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളതും, അതുകൊണ്ട് തന്നെയാണ് അതിനൊരു സ്വീകാര്യതയുടെ ഒരു പ്രധാന കാരണവും അത് തന്നെയാണ്, അല്ലെ? തീർച്ചയായിട്ടും ഇപ്പൊ 1978 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 47 വർഷം പിന്നിട്ടു നമ്മൾ ICSI IVF ബേബി 47 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ അത്രയും നാൾ കൊണ്ടും വന്ന സ്റ്റഡികളിൽ, അതായത് പഠനങ്ങളിൽ അങ്ങനെ ഒരു ഡെട്രിമെന്റൽ ആയിട്ട് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ആ കുഞ്ഞുങ്ങൾക്കോ ICSI കഴിഞ്ഞ് വരുന്നോ അവർ അഡൽട്ട് ഫോം ആയിട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം അവർക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്കോ ഒരു പ്രോബ്ലം വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ വരുന്നത്. അപ്പൊ അത് നല്ലൊരു ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു IVF ട്രീറ്റ്മെന്റ് വഴിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രശ്നം തന്നെ ഉണ്ടാകുന്നില്ല എന്നത്. അതോടൊപ്പം തന്നെയുള്ള ഒരു സംശയമാണ്, IVF ട്രീറ്റ്മെന്റിലൂടെ കൂടുതൽ ഉണ്ടാകുന്നത് ഇരട്ട കുഞ്ഞുങ്ങളാണ്. അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ? ഈ ഇരട്ട കുഞ്ഞുങ്ങൾക്കുള്ള ഒരു പോസിബിലിറ്റി അതിനകത്ത് ഉണ്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രമാത്രം ഭ്രൂണം തിരിച്ചു വെക്കുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ആണ് അതിനകത്തൊരു കാര്യം. ഇതിപ്പം നമ്മുടെ ART റൂൾസ്, അതായത് 2022 ഇന്ത്യയിൽ തന്നെ വന്ന ART റൂൾസ് പ്രകാരം അതിനകത്തൊരു കണക്കുണ്ട്, എത്ര എംബ്രിയോസ് നമുക്ക് തിരിച്ചു വെക്കാൻ പറ്റുക. 2 എംബ്രിയോസ് ആണ് വരിക, പിന്നെ അതിനകത്ത് ചില കണ്ടീഷൻസിനകത്ത് നമുക്ക് 3 എംബ്രിയോസ് വരെ വെക്കാം. അപ്പം എത്രമാത്രം ഭ്രൂണം, അതിപ്പോ 2 ഭ്രൂണമാണ് നമ്മൾ ഉള്ളിൽ വെക്കുന്നെങ്കിൽ ആ 2 ഭ്രൂണവും പിടിച്ചു കഴിഞ്ഞാൽ
അതിനകത്ത് ട്വിന്നിങ് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ചില കേസുകൾ നമുക്ക് ഒരു എംബ്രിയോ വെച്ചാൽ പോലും അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് മോണോകൊറിയോണിസിറ്റി ഒക്കെ വരാനുള്ള ഒരു സാധ്യത അതിനകത്ത് ഉണ്ട്. അപ്പം അത് എത്രമാത്രം എംബ്രിയോ നമ്മൾ തിരിച്ചു വെക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഒരു മൾട്ടിപ്പിൾ പ്രഗ്നൻസിക്കുള്ള സാധ്യതകൾ. എന്നാൽ പോലും നമ്മുടെ ഒരു ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്കൊരു ഇത്ര പെർസെന്റേജിന് താഴെ ആയിരിക്കണം മൾട്ടിപ്പിൾ പ്രഗ്നൻസി റേറ്റ് എന്നുള്ളത് നമ്മൾ എല്ലാവരും IVF സെന്ററും. ശരി ഡോക്ടർ, നമ്മുടെ സമയപരിമിതി മൂലം മാത്രമാണ് ഞാനൊന്ന് ഇടപെടുന്നത്. IVFന് നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ചേർന്നത് തിരുവനന്തപുരം യാന ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് ഡയറക്ടറും ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ വിവേക് പോൾ വിധേയത്തിലാണ്. നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.